പക്ഷെ മുസ്തഫ മുണ്ടുപാറ വി ഡി സതീശൻ ഒരു ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാടെടുത്തതല്ല. അദ്ദേഹം ആ നിലപാടെടുക്കുന്നതിന് മുൻപ് UDF-ലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിയമകാര്യങ്ങൾ നോക്കുന്ന പ്രമുഖനായ വക്താവ്, എറണാകുളത്തെ ഹൈക്കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അതുപോലെ തന്നെ കേരളത്തിലെ പരിണിതപ്രജ്ഞനായ നിയമജ്ഞൻ ജസ്റ്റിസ് കമാൽ പാഷ, ഇവരൊക്കെ സമാനമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് വഖഫ് അല്ല, എന്തുകൊണ്ട് വഖഫ് ആകുന്നില്ല എന്നവർ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, കണ്ടീഷണലായ ഒരു ഭൂമി വഖഫ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഫറൂഖ് കോളേജിന് വിൽപ്പനാധികാരം കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് അന്യാധീനപ്പെടുന്ന ഘട്ടത്തിൽ തിരിച്ചെടുക്കാമെന്നൊരു പ്രൊവിഷൻ കൂടി ഇതിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ രണ്ട് ഘടകങ്ങൾ കൊണ്ട് തന്നെ ഇത് വഖഫ് ചെയ്തതല്ല എന്ന് പറയാം എന്നും, ഒപ്പം ഇവിടെ സേട്ട് വഖഫ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ താമസക്കാരുണ്ടായിരുന്നു. അങ്ങനെ താമസക്കാരുള്ള ഒരു ഭൂമി വഖഫ് ചെയ്യാൻ കഴിയില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ പരിണിതപ്രജ്ഞരായ നിയമജ്ഞർ, മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ ആ സംവിധാനത്തിന്റെയും ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ എടുത്ത നിലപാട് കേട്ട് സതീശൻ സാമൂഹ്യ സൗഹാർദ്ദത്തിന് വേണ്ടി ഒരു നിലപാട് പറഞ്ഞു. അതിനെ ഇപ്പോൾ ലീഗിലെ ഒരു വിഭാഗം തള്ളി പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? മുസ്ലിം ലീഗിന്റെ നിലപാടിനെ കുറിച്ച് പറയേണ്ട ആള് ഞാനല്ല. അതിൽ മുസ്ലിം ലീഗിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്ന് ഇന്നത്തെ ഓരോ സംഭവങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന കാര്യമാണ്. അത് നമ്മുടെ മുമ്പിൽ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഔദ്യോഗികമായ സംവിധാനം അത് സംബന്ധമായി കണ്ടെത്തിയത് എന്ത് എന്നതാണ് ഒന്നാമതായി നമ്മൾ പരിശോധിക്കേണ്ടത്. അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന തർക്കത്തിന് നമുക്ക് ഉത്തരം കിട്ടുന്ന അവിടെയാണ്. അതായത് ഇത് 950 ഒരു കുടുംബം വഖഫ് ചെയ്ത ഭൂമിയാണ്, വഖഫ് ആധാരപ്രകാരം രജിസ്റ്റർ ചെയ്ത ഭൂമിയാണ്. ആ ഭൂമി ഇടക്കാലത്ത് 971 അവിടെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ബഹുമാന്യനായ PD ചാക്കോ മന്ത്രിയായിരുന്ന സമയത്തുണ്ടായ നിയമസഭ രേഖകളിലുള്ള അത് ഉൾപ്പെടെ. അതിനുശേഷം പറവൂർ മുനിസിഫ് കോടതി കൃത്യമായി അക്കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് വഖഫ് ഭൂമിയാണ് എന്ന്. അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ ഈ കേസ് എത്തിയ സമയത്ത് ഹൈക്കോടതിയും വളരെ ക്രിസ്റ്റലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് വഖഫ് ഭൂമിയാണ് എന്ന്. അത് കഴിഞ്ഞ് സർക്കാരിന്റെ തീരുമാനം അതാണ്, ബഹുമാനപ്പെട്ട വഖഫ് ബോർഡിന്റെ തീരുമാനം അതാണ്. എവിടെയെങ്കിലും അത് വഖഫ് ഭൂമി അല്ല എന്ന് ആധികാരികമായ ഒരു രേഖ തെളിയിക്കാൻ കഴിയില്ല. ആധികാരികമായി ഇവിടുത്തെ നിയമവ്യവസ്ഥ, ഇവിടുത്തെ ഭരണവ്യവസ്ഥ ഒക്കെ പലതവണ ആവർത്തിച്ച് ഇക്കാര്യം ബോധ്യപ്പെട്ടതാ. നിസാർ കമ്മിറ്റി റിപ്പോർട്ടിലും വളരെ കൃത്യമായി അക്കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് വഖഫ് ഭൂമിയാണ് എന്ന്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ 2022 ഡിസംബർ മാസം 12-ാം തീയതി ബഹുമാന്യനായ കേരള നിയമസഭയിൽ ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ നേതാവ് KPA മജീദ് നൽകിയ സബ്മിഷനിലും ഇക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2022 കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് വഖഫ് ബോർഡിന് മുമ്പിൽ നടത്തിയ ഒരു ധർണാ സമരമുണ്ടായിരുന്നു. ആ സമരത്തിന്റെ താല്പര്യം ഈ വഖഫ് ഭൂമി, അവിടെയുള്ള വഖഫ് ഭൂമി സംരക്ഷിക്കണമെന്നതായിരുന്നു. ഇവിടെ വഖഫ് ഭൂമി അല്ല എന്നൊരു പദപ്രയോഗം ഒരിടത്തും വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് VD സതീശൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഈ ഒരു ധാരണ ലഭിച്ചത് എന്ന് നമുക്കറിയില്ല. തെളിവ് കൊണ്ടുവരട്ടെ. അതാണല്ലോ ഞാൻ പറഞ്ഞത്. രണ്ട് പ്രമുഖരായ നിയമജ്ഞരുടെ അക്കാര്യത്തിലെ നിലപാട് മുസ്ലിം ലീഗ് പൊതുവായി സ്വീകരിച്ച, ഈ വിഷയം ഉണ്ടായതിനു ശേഷം സ്വീകരിച്ച നിലപാട് ശരിയാണ്. താങ്കൾ പറഞ്ഞത് KPA മജീദ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ വഖഫ് ഭൂമിയാണ് എന്നുള്ളത് തന്നെയായിരുന്നു ലീഗിന്റെയും UDF-ന്റെയും നിലപാട്. പക്ഷേ അവിടെ സമരമുണ്ടായി, നമ്മുടെ സാമൂഹ്യ സൗഹാർദ്ദം തന്നെ അനിശ്ചിതത്വത്തിലാകുന്ന ഒരു വിഷയം വന്നു. അപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആത്മീയാചാര്യൻ എന്ന് കൂടി വിശേഷിപ്പിക്കാൻ കഴിയുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എടുക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, അത് ഒരു സാമൂഹ്യ സൗഹാർദ്ദത്തിന്റെ നിലപാടാണ്. ആ നിലപാടല്ലേ VD സതീശൻ എക്കോ ചെയ്തത്? അല്ല, ഞാൻ അവിടേക്ക് വരാം. അത് ഞാൻ പറഞ്ഞ രണ്ടാം ഭാഗം. ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ പറയുന്നത്, നിയമപരമായി ആ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് നിയമപരമായി വളരെ കൃത്യമായ ഇവിടുത്തെ തീരുമാനം ഉണ്ടായതാണ്. ഈ കോടതികളുടെ തീരുമാനം, അതുപോലെ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ തീരുമാനം, അതിനെ ലംഘിച്ചുകൊണ്ടുള്ളത് ഏതെങ്കിലും 1-2 വക്കീലന്മാർ ആ ഒരു അഭിപ്രായം പറഞ്ഞു എന്നതുകൊണ്ട് അത് ആധികാരികമായ രേഖയാകുന്നില്ല. ഇവിടുത്തെ കോടതിയുടെ തീരുമാനം, തീർപ്പ് എന്ന് പറയുന്ന വഖഫ് ഭൂമിയാണ് എന്നതാണ്. രണ്ടാം പാർട്ടായിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് രണ്ടാമത്തെ പാർട്ടാണ്. അതായത് അവിടെ കുറേയേറെ സാധാരണക്കാരായ പാവങ്ങളായ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ കുടിയേറി താമസിച്ചിട്ടുണ്ട്. അത് സംഗതി ശരിയാണ്. ഇവിടെ ആരാണ് പ്രതിസ്ഥാനത്തുള്ളത്? ആ വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ല എന്നത് വളരെ കൃത്യമാണ്. അത് വഖഫ് ബോർഡിന്റെ നിയമത്തിലും അതുപോലെ തന്നെ മതനിയമത്തിലും കൃത്യമായി പറയുന്നതാണ് വഖഫ് ഭൂമി വിൽക്കാൻ പാടില്ല എന്ന്.
വഖഫ് ഭൂമിയാണ് എന്ന് ഈ കോടതികളൊക്കെ കൃത്യമായി കണ്ടെത്തിയ, സർക്കാർ കണ്ടെത്തിയ, അതോടൊപ്പം തന്നെ കമ്മീഷൻ കണ്ടെത്തിയ ഈ കാര്യം അത് എങ്ങനെ വഖഫിന്റെ നിയമം ലംഘിച്ചുകൊണ്ട് അത് വിൽപ്പന നടന്നു? ആരാണ് ഇവിടെ പ്രതിസ്ഥാനത്തുള്ളത്? അത് വിൽക്കാൻ പാടില്ല. അതെങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു? ഇവിടുത്തെ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണമല്ലോ. അവിടെ അത് രജിസ്റ്റർ ചെയ്ത ആളുകൾ ആര്? അതിന്റെ ഉദ്യോഗസ്ഥന്മാരാര്? അതിന് പോക്കുവരവ് നടത്തേണ്ടതുണ്ട്. ആ പോക്കുവരവ് ചെയ്തു കൊടുത്ത വില്ലേജ് ഓഫീസിലായിരിക്കും. ആരാണ് വില്ലേജ് ഓഫീസർ ചെയ്തത്? ഇവിടുത്തെ സർക്കാരിന്റെ മിഷനറിയുടെ ഭാഗത്ത് നിന്ന് വന്ന വലിയ ഒരു തെറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. നമ്പർ 1. രണ്ടാമതായിക്കൊണ്ട് ഈ വഖഫ് ഭൂമി വഖഫ് ചെയ്ത വിഭാഗം, അതായത് ആ കുടുംബം വഖഫ് ചെയ്തത് ഫറൂഖ് കോളേജിന്റെ പേരിലാണ് 400 ചില്ലാനം ഏക്കർ ഭൂമി വഖഫ് ചെയ്തത്. ആ വഖഫ് ചെയ്ത ഭൂമി എന്തുകൊണ്ട് വിൽപ്പന നടത്തി? എങ്ങനെ അത് വിൽക്കാൻ കഴിഞ്ഞു? അതാരാണ് വിൽപ്പന നടത്തിയത്? ഫറൂഖ് കോളേജാണ്. ഇവിടെ പ്രതിസ്ഥാനത്തുള്ളത് നമ്പർ 1 ഫറൂഖ് കോളേജ്, 2 ഇത് രജിസ്റ്റർ ചെയ്തു കൊടുത്ത രജിസ്റ്റർ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ, വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ. അതോടൊപ്പം തന്നെ മൂന്നാമതായിക്കൊണ്ട് ഇതിന് വേണ്ട എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത, നേരത്തെ അതിന് വേണ്ട പവർ ഓഫ് അറ്റോർണിയൊക്കെ കൊടുത്ത ആളുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരിലാണ് ഈ ഇതിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത്. അപ്പൊ അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമതായി നമ്മൾ പരിശോധിക്കേണ്ടത്, അവിടെ പാവപ്പെട്ട ആളുകൾ, മത്സ്യത്തൊഴിലാളികൾ ഒരു കിടപ്പാടമില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവരെ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ആരാണ് ഇതിന് പരിഹാരം കാണേണ്ടത്? ആരുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചിട്ടുള്ളത്? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമ്പോഴാണ് നമ്മൾ ഈ വിഷയത്തിന് പരിഹാരം കാണാൻ കഴിയുക. ഇത് കേവലം ഏതെങ്കിലും 1-2 മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല. അങ്ങനെ ഇത് കൊണ്ടുവരേണ്ട. അത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് ഇതിൽ കുറ്റവാളികളായ ആളുകളാണ്, ഈ തെറ്റ് ചെയ്ത ആളുകളാണ് ഇതൊരു പ്രശ്നമാകണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ മുസ്ലിം സംഘടനകൾ തന്നെ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് കോഴിക്കോട് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇത് ഈ പറഞ്ഞ പാവപ്പെട്ട ആളുകളെ അവിടെ കുടിയിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക, വഖഫ് ഭൂമി ഒഴിപ്പിക്കണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും അതിനവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് കിടപ്പാടം കൊടുത്തുകൊണ്ട് ആ പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്നാണ് മുസ്ലിം സംഘടനകൾ പറഞ്ഞത്. ഈ 2 വശവും നമ്മൾ പരിശോധിക്കണം. വഖഫ് ഭൂമിയുടെ 1 സെന്റ് പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. 2, പാവപ്പെട്ട ആളുകൾ, നിരപരാധികളായ ആളുകൾ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ആ വഞ്ചന നടത്തിയത് ഫറൂഖ് കോളേജും അതോടൊപ്പം തന്നെ ഈ സർക്കാർ മിഷനറിയുമാണ്. വഖഫ് ബോർഡ് നോക്കുകുത്തിയായി നിന്നിട്ടുണ്ട്. ഈ വിഷയമൊക്കെ ഉണ്ടായിട്ടും വഖഫ് ബോർഡ് ഇടപെടേണ്ട സമയത്ത് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് ഇടപെടേണ്ട സമയത്ത് ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളോട് അതിന്റെ നഷ്ടപരിഹാരം വാങ്ങിക്കൊണ്ട് ഈ പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കണമെന്നത് തന്നെയാണ് പാവപ്പെട്ട ആളുകളെ സംരക്ഷിക്കണം എന്നുള്ളതാണ് SYSന്റെ നിലപാട്. ഒക്കെ വ്യക്തം.